ഹലോ എവ്രി വൺ, വീണ്ടും ഒരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കുവൈറ്റിലേക്ക് വരാനായിട്ട് കുറേ പേർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എമോജിൻ്റെ സെലക്ഷനും കാര്യങ്ങളും പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴത്തെയും പോലെ തന്നെ ഓരോ വീഡിയോയുടെ താഴെയും ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു മറുപടി വീഡിയോ ആയിട്ട് തരികയാണെങ്കിൽ അത് കുറച്ചും കൂടി ആളുകൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത്. പൊതുവേ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് എല്ലാം ഇത്രയും ഓപ്പൺ ആണെങ്കിൽ പോലും കുവൈറ്റിലേക്ക് വരാൻ ആളുകൾ ആഗ്രഹിക്കുന്നു, അവരതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വീഡിയോയ്ക്ക് കിട്ടുന്ന റെസ്പോൺസിൽ കൂടി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോസ് എല്ലാം ഇടുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നാട്ടിലുള്ളവർക്ക് ഇപ്പം കുവൈറ്റിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഒരുപക്ഷെ അറിയണം എന്നില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് കുറേ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ മെയിനായിട്ട് വേറൊരു ചോദ്യം ആളുകൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, കുവൈറ്റിലെ ഡ്യൂട്ടി ടൈമിംഗ് എങ്ങനെയാണ്? അപ്പോൾ നാട്ടിലെ ഡ്യൂട്ടി ടൈമിംഗ് നമുക്കറിയാം, പല ഹോസ്പിറ്റലും പലതായിരിക്കും. അല്ലെങ്കിൽ നമുക്കറിയാം കേരളത്തിലെ ഡ്യൂട്ടി ടൈമിംഗ് ആയിരിക്കാം, ചിലപ്പോൾ ഔട്ട് ഓഫ് കേരള വേറെ ടൈമിംഗ് ആയിരിക്കും. അപ്പോൾ കുവൈറ്റിലെ ഡ്യൂട്ടി ടൈമിങ്ങിനെ കുറിച്ച് പെട്ടെന്ന് തന്നെ സമയം കളയാതെ ഞാൻ പറയാം. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് കുവൈറ്റിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലെ ഹോസ്പിറ്റലുകളെ കുറിച്ചാണ്. അപ്പോൾ ഇവിടുത്തെ മോർണിംഗ് ഡ്യൂട്ടി ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 7 to 2 ആണ്. പിന്നെ ഈവനിങ് ഡ്യൂട്ടി 2 to 10 ആണ്. നൈറ്റ് ഡ്യൂട്ടി 10 PM to 7 AM ആണ്. അപ്പോൾ ഇതാണ് നോർമലി എല്ലാ ഹോസ്പിറ്റലിലും തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്യൂട്ടി ടൈമിംഗ്. ഓവർ ടൈം ഞാൻ മുന്നേ ഒരു വീഡിയോ പറഞ്ഞ പോലെ തന്നെ 2 to 6 ആണ്. പിന്നെ ചില ആളുകൾ 8 to 12 ചെയ്യുന്ന ആൾക്കാരുണ്ട്. 2 to 6 എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണം നമ്മൾ വീട്ടിൽ നിന്ന് വന്ന് ചെയ്യുകയല്ല, നമ്മുടെ മോർണിംഗ് ഡ്യൂട്ടിയുടെ കണ്ടിന്യൂവേഷനായിട്ട് 2 to 6 അവിടെ നമ്മൾ സ്റ്റേ ബാക്ക് ചെയ്യാണ്. അതുപോലെ തന്നെ ചില ഹോസ്പിറ്റലിൽ ഓവർ ടൈമിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 6 to 10. അവരിപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്ക് വരുവാണെങ്കിൽ 6 o'clock അവർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ 7 AM പോകുന്ന ആ ഒരു സ്കെഡ്യൂളും ഉണ്ട്. അപ്പോൾ ഇത് പല ഹോസ്പിറ്റലിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ഹോസ്പിറ്റലുകളുടെ ടൈമിംഗ് ഇങ്ങനെയായിരിക്കും, ചിലത് കുറച്ച് മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ജനറലി ഉള്ളത്. പിന്നെ റേഡിയോളജി അങ്ങനത്തെ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഓൺ കോൾ ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ ഹോളിഡേയ്സിൻ്റെ അന്ന് ചിലപ്പോൾ ഓൺ കോൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ വിളിക്കുന്നതനുസരിച്ച് അവർ വന്ന് ജോലി ചെയ്യണം. ഇനി നൈറ്റ് ഡ്യൂട്ടിയുടെ കാര്യങ്ങൾ. ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്ക് സ്പെഷ്യലായിട്ടൊരു 100 KD കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ വീഡിയോയിൽ. നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് അതൊരു 80 KD ആയിരുന്നു, ഇപ്പോൾ അത് 100 KD ആക്കി. അപ്പോൾ എല്ലാ ആളുകൾക്കും പൊതുവേ ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ പൈസ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമുള്ളവർ അല്ലെങ്കിൽ മറ്റു പല കമ്മിറ്റ്മെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ പ്രിഫർ ചെയ്യാത്ത ആൾക്കാരുള്ളൂ. അപ്പോൾ യൂഷ്വലി നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 5 ദിവസമാണ് മിനിസ്ട്രി പെർമിറ്റ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ മിനിസ്ട്രി പറഞ്ഞിരിക്കുന്ന ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 5 ദിവസം ഇൻ എ മന്ത്. പക്ഷേ ചില ഹോസ്പിറ്റലിൽ അത് 10 ദിവസമായിട്ട് മാറാം. അതായത് 5 ഡ്യൂട്ടി പിന്നെ 5 ഡ്യൂട്ടി, അങ്ങനെ 5 നൈറ്റ്സ് വരാം. ചില ഹോസ്പിറ്റലിൽ അത് 3 നൈറ്റ്സ് പിന്നെ 3 നൈറ്റ്സ് അങ്ങനെ വരാം. അത് സ്റ്റാഫിൻ്റെ അവൈലബിലിറ്റിയും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് എല്ലാത്തിൻ്റെ ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഈച്ച് ഹോസ്പിറ്റലിനും അതിൻ്റേതായിട്ടുള്ള പോളിസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളും. കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനിലാണ് ഇത് മൊത്തം മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ഹോസ്പിറ്റൽസ് പോകുന്നത് എങ്കിൽ പോലും ഓരോ ഹോസ്പിറ്റലും സെൽഫ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിൽ പോലും അവരുടേതായിട്ടുള്ള സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് അനുസരിച്ചും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അവരത് മാറ്റുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ചിലപ്പോൾ 5 നൈറ്റ്സിന് പകരം 10 നൈറ്റ്സ് ഒക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്ലീപ്പിംഗ് ഡേ കിട്ടും, പിന്നെ അതിനുശേഷം ഒരു ഓഫും കിട്ടും. അപ്പോൾ 2 ഓഫ് അടുപ്പിച്ച് കിട്ടും. ചില ആളുകൾക്ക് അതിനുശേഷം സ്ലീപ്പിംഗ് ഡേ ഓഫ് കഴിഞ്ഞതിന് ശേഷമുള്ള നെക്സ്റ്റ് ഡേ ഉള്ള ഓഫ് അന്ന് തന്നെ കിട്ടണം എന്നില്ല. അത് ചിലപ്പോൾ അവരുടെ ബാലൻസ് ഓഫിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കിട്ടും. പിന്നെ ഇവിടുത്തെ പബ്ലിക് ഹോളിഡേയുടെ പോളിസി എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈദ് ഹോളിഡേയ്സിന് വർക്ക് ചെയ്യുകയാണ് എങ്കിൽ അത് നമ്മൾക്ക് ഒരു കോമ്പൻസേറ്ററി ഓഫായിട്ട് അവർ നമുക്ക് ആഡ് ചെയ്ത് തരും. ഇനിയിപ്പോൾ നമ്മൾ OPDs, റേഡിയോളജി, ന്യൂക്ലിയർ മെഡിസിൻ അങ്ങനെയുള്ള ഔട്ട് പേഷ്യൻറ്റ് സർവീസ് മാത്രമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ആ പബ്ലിക് ഹോളിഡേ അന്ന് തന്നെ അവർക്ക് ഓഫ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ 5 days കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിപ്പോൾ ഓഫ് കിട്ടുവാണെങ്കിൽ, പബ്ലിക് ഹോളിഡേ ഉണ്ടെങ്കിലും 5 days നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഓഫ് കിട്ടും. ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ 2 or 3 നഴ്സസിനെ അവർ പോസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ എന്ന് വർക്ക് ചെയ്യുന്നു ആ ദിവസത്തെ ഒരു ഓഫ് നമുക്ക് കോമ്പൻസേറ്ററി ആയിട്ട് വേറൊരു ദിവസം കിട്ടും. വാർഡിലുള്ള ആളുകൾക്കെല്ലാം ആ പബ്ലിക് ഹോളിഡേയ്സിൽ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എക്സ്ട്രാ അവരുടെ ഓഫിൽ അവർ ആഡ് ചെയ്യുകയും അവർക്ക് പിന്നീട് അത് എടുക്കാൻ പറ്റുകയും ചെയ്യും. കുവൈറ്റിൽ പബ്ലിക് ഹോളിഡേയ്സ് ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് ബാലൻസ് ഓഫൊക്കെ ഒത്തിരി കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തെങ്കിലും എമർജൻസി ഒക്കെ വരുവാണെങ്കിൽ അങ്ങനെ അവർ ആ രീതിയിലാണ് മാനേജ് ചെയ്യാറ്. പിന്നെ വീക്ക്ലി
കുവൈറ്റിൽ ജനറലി ഒരു ഓഫേ ഉള്ളൂ, അതായത് വൺസ് ഇൻ എ വീക്കാണ് അവർക്ക് കിട്ടുന്ന ഡേ ഓഫ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നൈറ്റ് ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു സ്ലീപ്പിംഗ് ഡേ ഓഫ് എക്സ്ട്രാ കിട്ടും എന്നുള്ളത് ഒരു കാര്യമാണ്. ചില ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ഓഫ് കൊടുക്കാറുണ്ട്. അതായത് ചിലപ്പം ഇൻ്റർവെൻഷൻ റേഡിയോളജി അങ്ങനെയൊക്കെ ഉള്ളിടത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് സാറ്റർഡേയും കൂടെ ഓഫ് കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാ നഴ്സസിൻ്റെയും ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 7 AM to 2 PM ആണ്. അപ്പോൾ അത് മസ്റ്റായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും, അതിൻ്റെ അകത്ത് വേറെ മാറ്റമൊന്നുമില്ല. പിന്നെ MOH എല്ലായിടത്തും തന്നെ പഞ്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പഞ്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ വർഷങ്ങളായി. ചില ഹോസ്പിറ്റലിൽ ഇപ്പോഴും അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ പഞ്ചിങ് ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ടൈമിംഗ് നമ്മൾ കൃത്യനിഷ്ഠ പാലിച്ചേ പറ്റൂ. ഈ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഡ്യൂട്ടി ഇപ്പോൾ 7 to 2 ആണെങ്കിൽ പോലും നമ്മൾ താമസിക്കുന്ന ഏരിയ അനുസരിച്ച് നമ്മൾ വളരെ നേരത്തെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ ചില ആളുകൾ ഇപ്പോൾ 7 o'clock ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ 6 o'clock വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം ഡ്രൈവ് ചെയ്ത് വരുവാണെങ്കിൽ ഒരു 15-20 മിനിറ്റ്സ് നമ്മൾ കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് ചിലപ്പോൾ 1 hour എടുത്താലായിരിക്കും നമ്മൾക്ക് എത്തിച്ചേരാൻ പറ്റുക. കാരണം ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ, അതായത് നമ്മളുടെ ഹോസ്പിറ്റലിന് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. ഇവിടെ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ബസ്സായിരിക്കും ഇട്ടിരിക്കുന്നത്. അപ്പോൾ ബസ്സിൽ നമ്മൾ ഒരാളെ കളക്ട് ചെയ്യുന്ന 6 മണിക്കാണെങ്കിൽ ഏറ്റവും അവസാനത്തെ ആളെ കളക്ട് ചെയ്യുന്നത് 6:30-6:30 അപ്പോൾ അവരെല്ലാം കളക്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേനും 7 മണിയാവും. അപ്പം നമ്മൾ വിചാരിക്കരുത് 7 മണിക്ക് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ 6:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതിയല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇറങ്ങാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അവർ ഹോസ്പിറ്റലിന് ഏകദേശം അടുത്തൊക്കെ താമസിക്കും. ചില ആളുകൾക്ക് ഒരു 10 മിനിറ്റ്സ് ഡ്രൈവുള്ള സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ട്. ചിലരാകട്ടെ ഒരു 3/4 മണിക്കൂർ യാത്ര ചെയ്യുന്ന അത്രയും ദൂരത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ 7 മണിക്ക് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയേ പറ്റൂ. അതുപോലെ നമ്മളിപ്പോൾ 2 o'clock നമ്മൾ പഞ്ച് ഔട്ട് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. വാർഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ എൻഡോഴ്സ്മെൻറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ 2:30, 2:45 ഒക്കെ ആകും. അങ്ങനെയുള്ളൊരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും ചിലപ്പോൾ 3:15, 3:20 അങ്ങനെ ആ സമയത്താണ് അവർക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടിയുള്ളൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പം MOH കൊടുത്തിരിക്കുന്നത്. അതായത് അവർക്ക് ഓവർ ടൈം ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവർക്ക് 2 to 6 കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 6 o'clock ഷാർപ്പ് അവർക്ക് പഞ്ച് ഔട്ട് ചെയ്തതിന് ശേഷം അവർക്ക് വീട്ടിൽ പോകാം. അപ്പോൾ അവരുടെ 2 to 3 എന്നുള്ള 1 hour അവർക്ക് ഓവർ ടൈം ആയിട്ട് അവർക്ക് കിട്ടുകയും ചെയ്യും, അവർക്ക് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം. എല്ലാ ഹോസ്പിറ്റലിലും ഈ ഒരു ഓവർ ടൈം ഓപ്ഷൻസ് വാർഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ മജോറിറ്റി ഹോസ്പിറ്റൽസും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലൊക്കെ അവർ 2 to 6 മോർണിംഗ് ഡ്യൂട്ടി ഉള്ള ആളുകൾക്ക് അവർ ഓവർ ടൈം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ 6 o'clock പോയി കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം 6:30, 6:45 ആകുമ്പോൾ വീട്ടിലെത്താം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം MOH ഹോസ്പിറ്റലിലത്തെ ഒരു ഡ്യൂട്ടി ടൈമിങ്ങും പിന്നെ നമ്മളുടെ വീട്ടിൽ നമ്മളെപ്പോൾ ഇറങ്ങണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലത്തെ കാര്യം പറയാം. ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് മിക്കവാറും തന്നെ കുറേ ക്ലിനിക്കുകളുണ്ട്, പിന്നെ ഹോസ്പിറ്റൽസ് ആയിട്ടുണ്ട്, പിന്നെ സലൂൺസ്. ഇപ്പം ബ്യൂട്ടി സലൂൺ എന്നുള്ളത് മാത്രമല്ല, എല്ലാവിധമായിട്ടുള്ള ഇപ്പം നമ്മൾക്ക് കോസ്മെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രൈവറ്റ് ക്ലിനിക്സ് ഉണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡ്യൂട്ടി ടൈമിംഗ് ഏകദേശം ഇതുപോലെ തന്നെ സിമിലറാണ്. പക്ഷേ എങ്കിലും നമ്മളിപ്പോൾ ക്ലിനിക്കുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലെ കോസ്മെറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെൻറ്റൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ടൈമിംഗ് വ്യത്യാസം ഉണ്ടായിരിക്കും. ചില സ്ഥലങ്ങളിൽ 8 to 4 ആയിരിക്കും ഡ്യൂട്ടി, ചില സ്ഥലങ്ങളിൽ 10 to 6 ആണ്, ചില സ്ഥലങ്ങളിൽ അത് 7 to 12 ആയിരിക്കും. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ക്ലിനിക്കും അത് റൺ ചെയ്യുന്ന അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡോക്ടറിൻ്റെ കീഴിലായിരിക്കും ആ ക്ലിനിക്കിൽ പോകുന്നത്. ആ ഡോക്ടർ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്തതിന് ശേഷം ഈവനിങ്ങിലായിരിക്കും അവിടെ വന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് സ്റ്റാഫിൻ്റെ ഡ്യൂട്ടി ടൈമിങ്ങും വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രൈവറ്റിലാണെങ്കിലും അല്ലെങ്കിൽ MOHലാണെങ്കിലും ഇപ്പോൾ ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ഇപ്പോൾ ക്ലിനിക്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും പ്രൈവറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ഫ്രൈഡേ ആണ് ഇവിടുത്തെ വീക്ക്ലി ഹോളിഡേ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ സൺഡേ എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ ഫ്രൈഡേ ആണ് ഓഫ്. പിന്നെ എന്തെങ്കിലും നമുക്ക് എമർജൻസി ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കിപ്പോൾ സിക്ക് ആവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീക്ക്ലി ഓഫിൻ്റെ കൂടെ നമുക്ക് സിക്ക് ലീവിൻ്റെ ഓപ്ഷൻ ഉണ്ട്. മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ 15 ദിവസം നമുക്ക് സിക്ക് ലീവ് ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷൻ നമുക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നോട് ചോദിച്ച ആളുകൾക്ക് കുറച്ചെങ്കിലും ഇൻഫർമേഷൻ ഞാൻ ഈ വീഡിയോയിൽ കൂടെ തരാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.